Hi, Namaste. Welcome back viewers. Welcome back to my channel WinTrader. Consistent profit tradingിലൂടെ നിങ്ങൾക്കും ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ ഒരു എൻട്രി എക്സിറ്റ് എന്ന് അറിയാതെയാണ് നമുക്ക് ആക്ച്വലി ഫുൾ ലോസിലേക്ക്, അതായത് പ്രോപ്പർ എൻട്രി കിട്ടിയാലും എക്സിറ്റ് പോയിന്റ് നമുക്ക് അറിയാതെ ഒരുപാട് ലോസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ NSE മാർക്കറ്റും MCX ഫോറക്സും കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. അപ്പം നമുക്ക് ട്രേഡിങ്ങിൽ ഒരു ഗൈഡൻസ്, അതായത് ഒരു പ്രോപ്പർ എൻട്രിയും എക്സിറ്റും അതേപോലെ റിവേഴ്സൽ പോയിൻ്റൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഏത് പോയിന്റിൽ എക്സിറ്റ് ചെയ്യണം, ഇനിയും ഡൗണിൽ അല്ലെങ്കിൽ അപ്ടണിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന കൺഫ്യൂഷനാണ് നമ്മൾ ട്രേഡിങ്ങിൽ. അതായത് നമുക്ക് മാർക്കറ്റ് നോക്കുമ്പോഴത്തേക്ക് അപ്പ് ഡൗൺസ് ആണ് പോകുന്നത്, പക്ഷേ പ്രോപ്പർ റിവേഴ്സൽ എവിടെ നിന്നാണെന്ന് അറിയാൻ പറ്റാതെയാണ് നമുക്ക് ഒരുപാട് ലോസ് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണത് പ്രോപ്പർ എൻട്രി നമുക്ക് എക്സിറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ വഴി നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്, അതേപോലെ കറക്റ്റായിട്ട് റിവേഴ്സൽ പോയിന്റ്. ഇപ്പോൾ സാധാരണ ചാർട്ടിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8 സ്ട്രാറ്റജികളുണ്ട്, 2 സ്കാനറുണ്ട്. അപ്പം സ്റ്റോക്കിൻ്റെയൊക്കെ നല്ല പ്രോപ്പർ എൻട്രിയും പ്രോപ്പറായിട്ട് നല്ല വോളിയം, അതായത് മൊമെൻറ്റം സ്റ്റോക്കുകൾ നമുക്ക് പെട്ടെന്ന്, നമുക്ക് ട്രെൻഡിങ് സ്റ്റോക്കുകൾ പെട്ടെന്ന്, അതായത് ഇന്നത്തെ ടാറ്റ പവർ പോലത്തെ നല്ല ഡൗൺ ട്രെൻഡായിരുന്നു, നല്ലൊരു വൺ സൈഡ് മൊമെൻ്റാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ ഏഷ്യൻ പെയിൻസ് ആണെങ്കിലും ബുള്ളിഷും ബിയറിഷും ഉണ്ടായിരുന്നു. ഇതേപോലെ നമുക്ക് ബജാജ് ഓട്ടോ, നമുക്ക് സ്വിങ്ങിനും പറ്റിയ സ്റ്റോക്കാണ് ബജാജ് ഓട്ടോ. നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിനും ഇൻട്രാഡേക്കും പറ്റിയ സ്റ്റോക്കാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ബജാജ് ഓട്ടോ നോക്കുകയാണെങ്കിൽ ഇന്ന് 2 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗണിലാണ്. ഇതിന് മുമ്പ് ഒരു 1 വീക്കോളം നല്ലൊരു ബുള്ളിഷ് ട്രെൻഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഇൻട്രാഡേക്കാവട്ടെ, നമുക്ക് പൊസിഷനാവട്ടെ, ഈ ബജാജ് ഓട്ടോയിൽ നിന്ന് ഡെയിലി ഒരു വാച്ച് ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു വോളറ്റൈൽ വോളിയം സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിങ് സ്റ്റോക്കിൽ രാവിലെ മോർണിംഗിൽ തന്നെ പോകുന്ന സ്റ്റോക്കിൽ ഇൻട്രാഡേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ സ്കാനർ കാണിച്ചു തരും. അത് എങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ സ്കാനർ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരും നമുക്ക് ഗൈഡൻസ്. നമുക്കൊരു ലൈവ് ഡെമോൺസ്ട്രേഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഡയറക്റ്റായിട്ട് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ചേർത്തല KSRTC ബസ് സ്റ്റാൻഡ് ഇവിടെ വന്നാൽ അവിടെയാണ് നമ്മുടെ ഓഫീസ്. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞാൻ നാച്ചുറൽ ഗ്യാസ് ഈവനിങ് സ്ട്രാറ്റജിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഓപ്ഷനാണ് നാച്ചുറൽ ഗ്യാസ്. നമുക്ക് നാച്ചുറൽ ഗ്യാസിൽ ട്രേഡ് ചെയ്യണം 15 മിനിറ്റ്സ് വെച്ചാൽ മതി. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഇതിൽ 2 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗണിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നലെയും ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇന്നും മാർക്കറ്റ് ഡൗൺ, രാവിലെ പോകാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ പോകാതെ മാർക്കറ്റ് തിരിച്ച് കയറി. അപ്പോൾ ഒരു 1.5 കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ബൈ തന്നിട്ടുണ്ട്. 146.90 ബൈ തന്നതാണ്. ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ, ഇതാണ് സെല്ല്. അപ്പോൾ സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അലേർട്ട് വഴി നമുക്ക് അലേർട്ട് വഴി കാണാം, നമുക്ക് പെട്ടെന്ന് മെസ്സേജ് കിട്ടുന്നുണ്ട്. അതേപോലെ ഡീറ്റെയിൽസ് മുകളിലുണ്ടാവും, താഴെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എൻട്രി പോയിന്റ് ഉണ്ട്, ടൈമിംഗ് ഉണ്ട്, എത്ര പ്രോഫിറ്റ് ഉണ്ടെന്നുള്ള ടാർഗറ്റ് അടിച്ച് എത്രയുണ്ടെന്നാണ് 3 ടാർഗറ്റ് താഴെയും കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ഇപ്പോൾ സിഗ്നൽ വന്നു നേരെ കണ്ണും പൂട്ടി എൻട്രി എടുക്കുക എന്നല്ല പറയുന്നത്. അപ്പോൾ അതിന് കൺഫർമേഷൻ ലെവൽസ് ഉണ്ട്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ബൈറ്റണിലേക്കാണോ പോകുന്നത്, കൺഫേം ആയിട്ട് നമുക്ക് 3 ലെവലുണ്ട്. അത് കളർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യാൻഡിൽ കളർ ഗ്രീൻ ആവണം, താഴെ ഗ്രീൻ വന്ന് പൈസ കൊണ്ട് വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ ആ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ കട്ട് ചെയ്ത് അവിടെ നിന്നൊരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് എടുക്കാം ധൈര്യമായിട്ട്. അപ്പോൾ ഇന്നലത്തെ സെല്ല് വന്നപ്പോൾ സപ്പോർട്ട് ഇവിടുന്ന് കൺഫേം ആകാതെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ണും പൂട്ടി എടുക്കാം. അത് ആക്യുറസി ലെവലാണ്. ഓക്കെ. അപ്പോൾ അതേപോലെ മിനിയാന്തത്തെയും അതുപോലെ തന്നെ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ നേരെ താട്ടിറങ്ങി. അപ്പോൾ നല്ലൊരു ഡൗൺ ഇഷ്യൂ തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് സ്റ്റോക്കും. അത് കണ്ടിന്യൂഷൻ മാർക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് റീ എൻട്രി തരും, അവിടെ നിന്ന് എടുക്കാം. 3 ടാർഗറ്റും അടിച്ചിട്ടും മാർക്കറ്റ് ഡൗണിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ക്യാൻഡിൽ കളർ നമുക്ക് റെഡ് തീരുന്ന, നമുക്ക് വേറെ കളർ ചേഞ്ച് ആകുന്നതിന് നമുക്ക് ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ ട്രെൻഡ് ലൈൻ വൈസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അത് മാർക്കറ്റിന് അപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രീൻ തന്നെ വരും. അതെല്ലാം ട്രെൻഡ് ലൈൻ മാത്രമേ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ബുള്ളിഷ് ഇല്ല, മാർക്കറ്റ് തിരിഞ്ഞിറങ്ങാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് അടിച്ച് വിടാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഏഷ്യൻ പെയിൻസിലും ഇന്നത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് ബൈ പോയി രാവിലെ ഇറങ്ങാൻ നോക്കി, സെല്ല് പോയില്ല, തിരിച്ച് റെസിസ്റ്റ് ചെയ്ത് ലെവൽ കട്ട് ചെയ്ത് കയറുമായിരുന്നു. നല്ലൊരു ബുള്ളിഷ് പോയിട്ടാണ്. അത് കഴിഞ്ഞ് സെല്ലും വന്ന് സെല്ലും 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, സപ്പോർട്ട് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബജാജ് ഓട്ടോയിൽ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ മാർക്കിൽ സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിൽ മോർണിംഗിൽ തന്നെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഫോറക്സിൻ്റെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഫോറക്സിൻ്റെ ഗോൾഡ് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് ഡൗണിലേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുകയാണ്. മാർക്കറ്റ് ആക്ച്വലി ഒരു സൈഡ് വേസ് ട്രെൻഡിലാണ്. രാവിലെ ഒന്ന് ബൈ കയറാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ കയറിയിട്ടില്ല, ഫുള്ള് സൈഡ് വേസ് ആണ്. 15 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ 30 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ 30 മിനിറ്റ്സിൽ സെല്ല് വന്നിട്ടുണ്ട്. സെല്ല് വന്ന് മാർക്കറ്റ് ഡൗൺ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. സപ്പോർട്ട് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് പോകും.
അതുപ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈമിംഗ് എപ്പോഴാണ് വന്ന ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2162ക്കാണ് ഫസ്റ്റ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. 62 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിക്കും. ഓക്കെ, അപ്പോൾ ഈ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ കളർ സ്റ്റാർ നമുക്ക് അവിടെ നിന്ന് ധൈര്യമായിട്ട് ഇപ്പോഴത്തെ റേറ്റിന് എടുക്കാം. അതിൻ്റെ ടാർഗറ്റിന് കൊടുക്കാം, ഇപ്പോഴത്തെ സ്റ്റോപ്പ് ലോസിനും കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. കൺഫർമേഷനും നമുക്ക് ആ കളർ കോമ്പിനേഷനും ആ സപ്പോർട്ട് ലെവലും നമുക്ക് നോക്കി വെച്ചാൽ മതി. സൈഡ് വേസ് ആണ് അവിടെ കളർ ചേഞ്ച് ആയിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ സോഫ്റ്റ് വർക്കൗട്ട് ആവുന്നത് ലൈവ് മാർക്കിൽ നിങ്ങൾക്ക് നോക്കി എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. ലൈവ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറും വെബ്സൈറ്റും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.